ഹലോ ഗൈസ്, എല്ലാവർക്കും ടെക് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ അതിന് തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഫാനിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. കാരണം ഇവിടെ ഭയങ്കര ചൂടാണ്. ഞാൻ ഫാനും കൂടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ വേർത്ത് വിളിക്കും. നിങ്ങൾക്കിപ്പോൾ കാണാം, ഞാൻ ചെറുതായിട്ട് വേർക്കുന്നുണ്ട്. സോ ഞാൻ ഫാനും കൂടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കാണാൻ ഒരു രസം ഉണ്ടാവില്ല. സോ അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് ഒന്ന് ക്ഷമിക്കുക. ഞാൻ മാക്സിമം നോയ്സ് കട്ടൗട്ട് ചെയ്യാൻ ശ്രമിക്കാം. എന്നാലും എങ്ങാനും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോപ്പ് അപ്പ് വിത്ത് ഇറ്റ്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡിനെ പറ്റിയിട്ടാണ്. അതായത് 2018 ഒരൊറ്റ ഫോൺ ഇറക്കി ഹിറ്റായ ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഉണ്ട്. അതായത് അന്ന് വേറൊരു ബ്രാൻഡും കാണിക്കാത്തൊരു കാര്യം ചെയ്തിട്ട് ഹിറ്റായതാണ്. ഇത് 2018 20,000 രൂപയുടെ താഴെ അന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല പ്രൊസസ്സർ വെച്ചിട്ടൊരു ഫോൺ ഇറക്കിയൊരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഉണ്ട്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ 855 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊസസ്സർ. ആ പ്രൊസസ്സർ വെച്ചിട്ട് 20,000 രൂപയുടെ താഴെ വില വരുന്ന ഒരു ഫോൺ ഇറക്കിയിട്ട് ഹിറ്റായ ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ ആ ഫോൺ വാങ്ങി, ഒരുപാട് ഗെയിമേഴ്സ് അത് വാങ്ങി. അത്രയും ഹിറ്റായ ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പറഞ്ഞു തന്നത് പോക്കോ F1 പറ്റിയിട്ടാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതും പോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഇറക്കുന്ന ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. സോ അന്ന് അത്തരത്തിലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ബീസ്റ്റ് സ്മാർട്ട് ഫോൺ ഇറക്കി ഹിറ്റായ ഒരു കമ്പനി അതിന് ശേഷം ഇറക്കിയ പല സ്മാർട്ട് ഫോണിലും ഈ ഒരു സിഗ്നേച്ചർ കീപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പോക്കോൻ്റെ ലേറ്റസ്റ്റ് ബഡ്ജറ്റ് എഡിഷൻ ആയിട്ടുള്ള പോക്കോ X6 Neo എന്ന് പറഞ്ഞിട്ടുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ഈ സ്മാർട്ട് ഫോൺ X6ൻ്റെയും X6 Proൻ്റെയും ഒരു ലോവർ വേർഷനായിട്ട് വരും. സോ ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. സോ ഇന്നാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ആ ലോഞ്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഇനീഷ്യൽ ഇംപ്രഷൻസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു റിവ്യൂ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഇംപ്രഷൻ മാത്രമാണ്. സോ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നമുക്ക് ഇൻട്രോ റോൾ ചെയ്യാം. സോ പോക്കോ X6 Neo ഈ സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ട് ഒരു യുണീക്ക് ഫീച്ചർ എൻ്റെ അടുത്ത് നിങ്ങൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ടൊന്നുമില്ല. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 2018 ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്നാപ്ഡ്രാഗൺ 855 വെച്ചിട്ടുള്ള സ്മാർട്ട് ഫോൺ ഇറക്കിയ ഒരു ബ്രാൻഡാണ് പോക്കോ. ആ സ്മാർട്ട് ഫോൺ ശരിക്കും ഇന്നും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. സോ അത്രയും ഒരു ക്വാളിറ്റി ഡിവൈസ് ഇറക്കിയ ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് പോക്കോ. പക്ഷേ ഇന്ന് അവരിറക്കുന്ന പല സ്മാർട്ട് ഫോണിനും ആ ഒരു സിഗ്നേച്ചറോ ആ ഒരു ക്വാളിറ്റിയോ ഉണ്ടാവുന്നില്ല. ഈ ഒരു ഫോൺ തന്നെ പോക്കോ X6 Neo എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്മാർട്ട് ഫോൺ തന്നെ അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഈ 15,000 രൂപ സെഗ്മെൻറ്റിൽ ഈ ഫോണിനകത്ത് എക്സ്ട്രാ അഡീഷണൽ ഒന്നും നമുക്ക് ഓഫർ ചെയ്യുന്നില്ല. ബാക്കി ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന സ്മാർട്ട് ഫോൺ ഓഫർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഫോണിനകത്തുള്ളൂ. സോ നമ്മുടെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ് നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു ഫോൺ പർട്ടിക്കുലറായിട്ട് നമ്മൾ വാങ്ങിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഉത്തരമൊന്നുമില്ല. സോ എന്തായാലും നമുക്ക് പോക്കോ X6 Neoൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. സോ അതിന് തന്നെ നമുക്ക് ഡിസൈനിനെ പറ്റിയിട്ട് സംസാരിക്കാം. ഡിസൈനിനെ പറ്റി പറയുമ്പോൾ ഞാൻ കളറോ അതിൻ്റെ ഭംഗിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. ടോട്ടലി ഇറ്റ്സ് സബ്ജക്റ്റീവ്. സോ ഞാൻ ഇതിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ആദ്യം തന്നെ ഇതിൻ്റെ ബാക്ക് പാനൽ വരുന്നത് പ്ലാസ്റ്റിക് ആണ്, ഗ്ലാസ് അല്ല. സോ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 93.3% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്ന ഒരു ഡിസ്പ്ലേ ഉണ്ട്. അതായത് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. പക്ഷേ അതിൻ്റെ ബെസൽസും ചിന്നും വളരെ തിന്നാ. ഇത് പോക്കോ X6 Neoൻ്റെ ഒരു മെയിൻ ഫീച്ചറാണ്. അതായത് 177 ഗ്രാമാണ് ഈ ഫോണിന് വരുന്ന ആകെയുള്ള വെയിറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ കൺസിഡറിങ് ദ പ്രൈസ് സെഗ്മെൻറ്റ്. 15,000 രൂപയ്ക്ക് നമുക്ക് 93.3% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നൊരു ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള iQ Z9 എന്ന് പറഞ്ഞുള്ളൊരു സ്മാർട്ട് ഫോൺ ഉണ്ട്. അതിന് ഇതിനേക്കാളും റേറ്റ് കൂടുതലാണ്. പക്ഷേ അതിന് പോലും ഇത്രയും സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉള്ള ഒരു ഡിസ്പ്ലേ നമുക്ക് അതിന് കിട്ടുന്നില്ല. സോ പിന്നെ എനിക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 3.5mm ഒരു ഓഡിയോ ജാക്ക് കിട്ടുന്നുണ്ട്. ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OnePlus 10T എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അത്യാവശ്യം പ്രീമിയം സ്മാർട്ട് ഫോണാണ്. പക്ഷേ ഇതിനകത്ത് 3.5mm ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓഡിയോ പോർട്ട് ഇല്ല. സോ എനിക്കാണെങ്കിൽ ഈ TWS ഉപയോഗിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. ഈ സ്മാർട്ട് ഫോൺ വാങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഇയർഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽമീൻ്റെ Buds 2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. അത് വയേർഡ് ഇയർഫോണാണ്. അത് കണക്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇതിനകത്ത് 3.5mm ജാക്ക് ഇല്ലാത്ത വരെ എനിക്ക് മനസ്സിലാവുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ പോയിട്ട് അതായത് ടൈപ്പ് സിന്ന് 3.5mm ജാക്കിലേക്കുള്ള ഒരു അഡാപ്റ്റർ ഉണ്ട്. അത് വാങ്ങിയിട്ട് അതുവഴിയാണ് നമ്മൾ ഈ വയേർഡ് ഇയർഫോൺ കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ. സോ അങ്ങനെ ഞാൻ TWSലേക്ക് മാറി. ഇപ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് TWSനേക്കാളും ഇഷ്ടം വയേർഡ് ഇയർഫോൺസ് ആണ്. സോ 3.5mm ജാക്ക് ഇങ്ങനെ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊണ്ടുവന്നതിൽ ഐ സപ്പോർട്ട് പോക്കോ ഫോർ ദാറ്റ്. അഗെയിൻ ഇതിനകത്ത് IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് സൈഡിലാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്, ഇൻ ഡിസ്പ്ലേ അല്ല. അതിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതും സബ്ജക്റ്റീവാണ്. ചില ആൾക്കാർക്ക് സൈഡിൽ വരുന്നതാണ് ഇഷ്ടം, ചില ആൾക്കാർക്ക് അത് ഇൻ ഡിസ്പ്ലേ വരുന്നതാണ് ഇഷ്ടം.
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ടും ഇഷ്ടം. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിൽ ഇൻ ഡിസ്പ്ലേ ആണ്. പിന്നെ ഞാൻ അതിനോട് യൂസ്ഡപ്പ് ആയി. എൻ്റെ അമ്മയുടെ സ്മാർട്ട് ഫോണിനകത്ത് സൈഡ് മൗണ്ടഡ്. പക്ഷേ അത് ഞാൻ എടുക്കുമ്പോൾ ആക്സിഡൻ്റലായിട്ട് അതിനകത്ത് ടച്ച് ചെയ്യുന്ന ടൈമിൽ, അത് ഹോൾഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ അത് അനോയിങ് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ട്. അതൊക്കെയാണ് ഡിസ്പ്ലേനെ പറ്റിയിട്ടും അതുപോലെ ഇതിൻ്റെ പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറയുള്ളൂ. ഇനി സ്പീക്കറിലേക്ക് വരികയാണെങ്കിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോണോ സ്പീക്കറാണ് വരുന്നത്, സ്റ്റീരിയോ അല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ സിം സ്ലോട്ട് വരുന്നത് ഹൈബ്രിഡാണ്. നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ പറ്റും. അതായത് അറ്റ് എ ടൈം നമുക്ക് 2 സിം കാർഡ് ഇടാം. അതല്ലെങ്കിൽ നമുക്ക് ഒരു സിം കാർഡോ ഒരു മെമ്മറി കാർഡോ ഇടാൻ പറ്റും. ഇത്രയൊക്കെയാണ് നമുക്ക് ഡിസൈനിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ ഡിസ്പ്ലേ 1920 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ഗുഡ് ഫോർ അവർ ഐസ്. അതായത് ഫ്രീക്വൻസി കുറഞ്ഞ ഡിസ്പ്ലേ PWM ഡിമ്മിങ് ഉള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് ഫ്രീക്വൻസി കൂടുതലുള്ള PWM ഡിമ്മിങ് ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന സ്മാർട്ട് ഫോൺസ് ആണ്. അത് കണ്ണിന് അത്ര ഇറിറ്റേറ്റ് ചെയ്യില്ല. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയുമ്പോൾ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് 120 ഹെർട്സ് സപ്പോർട്ട്, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റുള്ള 1000 നിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് പോകുന്നൊരു ഡിസ്പ്ലേ നമുക്ക് വരുന്നത് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു നല്ല ഡിസ്പ്ലേ ആണ്. എനിക്ക് ഈ സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ പോസിറ്റീവായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഇതിൻ്റെ ഈ പോക്കോ ഈ ഒരു ഫോണിലോട്ട് എന്തെങ്കിലും കുറച്ച് വർക്ക് പുട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇത്രയും കാര്യങ്ങളിലാണെന്ന് ഞാൻ പറയും. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാം. ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ അത്യാവശ്യം 5000 mAh ഒരു ബാറ്ററി കിട്ടുന്നുണ്ട്, വിച്ച് ഈസ് വെരി ഡീസൻറ്റ്. പക്ഷേ പ്രശ്നം എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങേ സപ്പോർട്ടുള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികം സമയം എടുക്കും ഈ 5000 mAh 0 to 100% ചാർജ് ആവാൻ. അതൊരു ഡിമെറിറ്റായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന പ്രൊസസ്സർ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 6080 എന്ന് പറഞ്ഞിട്ടുള്ള 6 nm പ്രൊസസ്സറാണ് വരുന്നത്. AnTuTu സ്കോർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് എബോവ് 4 lakh കിട്ടും. ഗെയിമിംഗ് ഒരു ഹാർഡ് കോർ ഗെയിമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോൺ വെച്ചിട്ട് അങ്ങനെ ഹാർഡ് കോർ ഗെയിമിംഗ് ഒന്നും പറ്റില്ല. ഇപ്പോൾ PUBG, eFootball ഇതൊക്കെ നമുക്ക് കളിക്കാൻ പറ്റും. കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ നമുക്ക് സ്മൂത്തായിട്ട് തന്നെ കളിക്കാൻ പറ്റും. പക്ഷേ PUBGൻ്റെ ഒക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ ഗ്രാഫിക്സിലൊന്നും കളിക്കാൻ പറ്റില്ല. മിനിമൽ ഗ്രാഫിക്സ് സെറ്റിംഗ്സിൽ വെച്ചിട്ട് കളിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ തുടർച്ചയായിട്ടൊന്നും ഗെയിമിംഗ് ഈ സ്മാർട്ട് ഫോണിനകത്ത് പോസിബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. പോസിബിൾ ആയിരിക്കും, പക്ഷേ പ്രാക്ടിക്കൽ അല്ല. ടെമ്പറേച്ചർ കൂടും, ഫോണിൻ്റെ ടെമ്പറേച്ചർ കൂടും. അതുപോലെ തന്നെ ത്രോട്ട്ലിംഗ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന റാം ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LPDDR4X ആണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് ടൈപ്പ് UFS 2.2 ആണ്. ഇത് രണ്ടും ലേറ്റസ്റ്റ് അല്ല, പക്ഷേ എന്നാലും കൺസിഡറിങ് ദ പ്രൈസ് സെഗ്മെൻറ്റ് ഇത് രണ്ടും ഡീസൻ്റ് ആണ്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ വലിയ അൾട്രാ ഗെയിംസ് ആയിട്ടുള്ള ജെൻഷൻ ഇമ്പാക്റ്റ് ഒന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലോഡ് ചെയ്തിട്ട് കളിക്കുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ ആലോചിക്കരുത്. അത് വലിയൊരു മണ്ടത്തരായി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി പറയാനുള്ളത് ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ടാണ്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി പറയുമ്പോഴും എനിക്ക് വലിയ കാര്യമായിട്ട് എന്നെ അമേസ് ചെയ്യിക്കുന്ന പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഈ സ്മാർട്ട് ഫോണിനകത്തില്ല. ആകെയുള്ളത് 108 MP അതായത് 108 മെഗാ ഒരു പ്രൈമറി സെൻസറും 2 മെഗാ ഒരു ഡെപ്ത് സെൻസറുമാണുള്ളത്. ഈവൻ ഈ സ്മാർട്ട് ഫോണിനകത്ത് ഒരു വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു 15,000-16,000 രൂപ കൊടുത്തിട്ട് നമ്മളൊരു സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ അതിനകത്തൊരു വൈഡ് ആംഗിൾ ക്യാമറ ഉള്ളത് അത്യാവശ്യം നല്ലതാണ്. ഈവൻ അതിൻ്റെ ക്വാളിറ്റി അത്ര നല്ലതല്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം വൈഡ് ആംഗിളിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെൻസ് അത്യാവശ്യം ഹെൽപ്ഫുള്ളാണ്. ഈ വൈഡ് ആംഗിൾ ക്യാമറ ഒഴിവാക്കുന്നതിനോട് എനിക്ക് അത്ര വലിയ യോജിപ്പില്ല. പകരം ഈ 2 MP മാക്രോ സെൻസറൊക്കെ എടുത്ത് കളഞ്ഞോട്ടെ, അതൊന്നും ഒരു ഉപയോഗമില്ല. ആർക്കും ഒരു യൂസ് ഇല്ലാത്ത ഒരു തരം സെൻസറാണ് 2 MP മാക്രോ സെൻസറൊക്കെ. പക്ഷേ വൈഡ് ആംഗിളിന് അതിൻ്റേതായിട്ടുള്ള യൂസ് ഉണ്ട്. ഈ ഒരു ക്യാമറ സെറ്റപ്പിലേക്ക് വരുമ്പോൾ ഇതിനകത്തൊരു മെയിൻ സെൻസർ, അതായത് 108 മെഗാ ഒരു മെയിൻ സെൻസറും അതുപോലെ തന്നെ 2 മെഗാ ഒരു ഡെപ്ത് സെൻസറേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 108 മെഗാ ക്യാമറ ഉണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് ഈ ഒരു സെൻസർ വെച്ചിട്ട് നമുക്ക് 1080p 30 FPS നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 4K എന്ന് പറഞ്ഞിട്ടുള്ള പോസിബിലിറ്റി ഇവിടെ ഇല്ല. ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയിലേക്ക് വരുമ്പോൾ അതൊരു 60 മെഗാ സെൻസറാണ് വരുന്നത്. അവിടെയും 1080p 30 FPS വീഡിയോസാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് ക്യാമറയെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ OSലേക്ക് വരാം. OSലേക്ക് വരുന്ന സമയത്ത് MIUI 14 ആണ് വരുന്നത്, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ Android 13. പിന്നെ പറയേണ്ടതില്ലല്ലോ, 15,000 രൂപേൻ്റെ ഫോണാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ബ്ലോട്ട്വെയർസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്ത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഈ ഫോണിൻ്റെ പ്രൈസ് സെഗ്മെൻറ്റിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ 2 വേരിയൻസ് ആണുള്ളത്. 8GB 128GB വേരിയൻറ്റും ഉണ്ട്, 12GB 256GB വേരിയൻറ്റും ഉണ്ട്. 8GB 128GBക്ക് 15,000 ആണ് റേറ്റ് വരുന്നത്. പിന്നെ ഞാൻ നെറ്റ് നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു ഓറഞ്ച് കളർ സ്മാർട്ട് ഫോൺ അതിന് 1000 രൂപ കൂടുതലായിട്ട് ഞാൻ കണ്ടു. പക്ഷേ ഈ സ്മാർട്ട് ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ബേസ് വേരിയൻറ്റിന് 15,000 നമുക്ക് പൈസ കൊടുക്കേണ്ടുള്ളൂ. ഇത്രയൊക്കെയാണ് ഈ 15,000 രൂപേൻ്റെ പോക്കോ X6 നിയോനെ പറ്റിയിട്ട് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പറയാം Realme 12 ഒരു കോമ്പറ്റീറ്ററായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ സാംസങ്ങിൻ്റെ F15 5G എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ ഒരു സ്മാർട്ട് ഫോൺ ഇതിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് നമുക്ക് പറയാം. പിന്നെ റെഡ്മീൻ്റെ ഒരു 12 ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ഒരു കോമ്പറ്റീറ്ററായിട്ട് പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പൈസയ്ക്ക് ആരും പോക്കോൻ്റെ
X6 Neo എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നത്. കാരണം അതാണ് പോക്കോനെ പോലെ ഒരു ബ്രാൻഡിൽ നിന്ന് ഇത്തരത്തിലൊരു ജനറിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കുറച്ച് കാലമായിട്ട് പോക്കോ ഇങ്ങനെയുള്ള സ്മാർട്ട് ഫോൺസാണ് അധികം ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പോക്കോ അവരുടെ പഴയ സിഗ്നേച്ചറിലോട്ട് കടന്നു വരണം എന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് പോക്കോ X6 Neo എന്ന് പറഞ്ഞിട്ടുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. സോ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. സോ until next time, it's me Vishnu signing off. Bye. Thanks.